വളരെ വൈകിയ ഞങ്ങളുടെ ഓണത്തിൻ്റെ പരിപാടി പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഓണത്തിൻ്റെ ആഘോഷം ആരംഭിക്കുകയാണ്. ഇത് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടി ഓണാഘോഷിക്കുന്നതാണ്. ഇത് അത്തം മുതൽ 10 ദിവസം ഇട്ട പൂക്കളാണ്. ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കുളിച്ച് 10 ദിവസം വ്രതം നിന്നിട്ടാണ് ഈ പൂക്കളം ഇട്ടിരിക്കുന്നത്. ഈ പൂക്കളത്തിൻ്റെ സമർപ്പണത്തിന് നമ്മൾ അരിയും കൊണ്ട് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഉപയോഗിച്ച് ഓട്ടട ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ നിലവിളക്കത്ത് വെച്ചിട്ട് അമ്പെയ്ത് എടുക്കും. അതിന് സമാപനം കുറിക്കുക. ഇത് ഇട്ട എല്ലാവരും അമ്പെയ്യുന്നതിൽ ആ അമ്പ് അടയിൽ കൊള്ളണമെന്നാണ് പറയുക. അപ്പം ഇട്ടവർക്ക് ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ, നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, കൊള്ളിച്ചാൽ മതി. കൊണ്ടാലാണ് നമുക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തി. അങ്ങനെ എല്ലാവരും വേണ്ടവരെല്ലാവരും നോക്കും അത് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പ് കൊള്ളിക്കാൻ. അങ്ങനെ ഈ പ്രാവശ്യം അത് കൊള്ളിച്ചിരിക്കുന്നത് അനിയത്തിയുടെ മോനാണ്. അവനാണ് ആ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഓണത്തിന് പിന്നെ പൂ കൊണ്ടുവരുന്നത് ഓണപ്പൂക്കൾ ഞങ്ങൾ വേറെയും പൂക്കളെ വിടും, പിന്നെ വരാന്തയിലിടും. അത് പൂവെല്ലാം കൊണ്ടുവരുന്നത് ചേട്ടൻ്റെ മോനാണ്, ആങ്ങളയുടെ മോനാണ്. ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് പൂ എടുത്തിട്ട് വരും അവന്. എന്നിട്ട് പൂക്കളം തയ്യാറാക്കും. അതൊരു ആഘോഷമാണ് നമുക്ക്. ഭയങ്കര എന്താ പറയുക, അതിന് പറയാൻ വാക്കുകളില്ല. നമ്മുടെ ഓണം ഒരു കളറാണ്. അങ്ങനെ എല്ലാവരും മാറി മാറി. ഇതിൻ്റെ എൻ്റെ ഇളയ ആങ്ങളയാണ്. അവന് ഇത് വന്നിട്ടും കിട്ടിയില്ല. അപ്പോൾ അവൻ രണ്ടാമത് ചെയ്യാൻ നോക്കുമ്പോൾ സമ്മതിച്ചില്ല. ഇത് അനിയത്തിയുടെ മോളാണ്, അവളെ ഇത് നോക്കുവാണ്, അവൾക്കും കിട്ടുന്നില്ല. എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഭാഗ്യം കിട്ടിയത് അനിയത്തിയുടെ മകനാണ് ഇതെടുത്തത്. നമുക്ക് ഒരുപാട് ഈ ചടങ്ങുകളുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുക, ഉറുമ്പിനും പല്ലിക്കും തീറ്റ, അതൊക്കെ തലേ ദിവസമാണ്. തലേ ദിവസം കളിയടക്ക ഉണ്ടാക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. കളിയടക്ക ഉരുട്ടുന്ന അതെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ്. അനിയത്തിയുടെ മോനാണ് ആ ഭാഗ്യം കിട്ടിയത്. അവനും ഇതെടുത്തു. അപ്പം അതിൻ്റെ ഒരു ആകർഷമാണ് കാണുന്നത്. അവൻ ജേതാവായി. ഇത് കളിയടക്കയും പ്രാവശ്യം ഏത്തക്ക കുറവായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് അധികം ഉണ്ടാക്കിയിരിക്കുന്നത് കളിയടക്കയാണ്. കളിയടക്കയും പച്ചക്കപ്പയിലും ഇത് നാത്തൂനാണ് ഇളയയാൾ. ഞങ്ങളുടെ അമ്മ എന്നാണ് പറയാൻ. ചെറിയ പ്രായമുള്ളൂ എങ്കിലും അത്രയ്ക്ക് അവൾ നമ്മളോട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ് അവൾ, കുടുംബത്തെ. പിന്നെ എല്ലാവരുടെയും പിന്നെ ആഘോഷങ്ങളാണ്. ഇതിപ്പം അട ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അത് ഗണപതിക്ക് വെച്ച പ്രസാദമാണ്. അതെല്ലാവരും വിതരണം ചെയ്ത് ഞങ്ങളുടെ പൂക്കളം. ഇത് ഞങ്ങളുടെ മോനാണ് പാടുന്നത്. അവർ ഒരുവിധം നന്നായിട്ട് പാടും. എല്ലാവരും ആഘോഷിക്കുകയാണ്. മൂത്തച്ചേട്ടൻ നമ്മൾ വിളക്കത്ത് ഇതാണ് ഉറുമ്പിനെ കൂട്ടുന്ന ചടങ്ങാണത്. അരിയും തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് കുഴച്ചിട്ട് ഒരു ഞർക്കലയ്ക്കകത്ത് എടുത്തിട്ട് അത് എണ്ണത്തിരിയും വെച്ച് കത്തിച്ച് നമ്മൾ വീടിൻ്റെ 4 മൂലയ്ക്കും വയ്ക്കും. അത് ഉറുമ്പ് വന്ന് തിന്നും. അപ്പോൾ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകില്ലെന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അത് നമ്മൾ ഇന്നും തുടർന്ന് പോകും. നമ്മുടെ അച്ഛനും അമ്മയും എല്ലാം കാണിച്ചു തന്നത് ഇന്നും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികൾ. പിന്നെ സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ, എൻ്റെ ഏട്ടനാണ് സദ്യ ഒരുക്കുന്നത്. 2 ഏട്ടന്മാരും കൂടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ സഹായത്തിന് ചെയ്തു കൊടുത്താൽ മതി. പെണ്ണുങ്ങളൊന്നും അടുക്കളയിൽ കയറണ്ട. അവർക്ക് നമ്മളിങ്ങനെ വിളമ്പാനും എല്ലാം അരച്ച് കൊടുക്കാനും അങ്ങനെ അതിൻ്റെ ആ ഒരു ഇതെല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ കൂടിയാൽ മതി. പിന്നെ ആർക്കും ഡെസ്കിൻ്റെ കൊണ്ടേക്ക് ടേബിളിലൊന്നും തരില്ല. ഭക്ഷണം കറയിൽ ചമ്പ്രം വിടഞ്ഞിരുന്നിട്ട് കഴിക്കണം എന്നാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പിന്നെ കളികളും പാട്ടും കളികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മോൻ്റെ ചെറിയ പാട്ടുകാരൻ കൂടിയാണ്. എല്ലാ കറികളും ഉണ്ടാക്കും. സദ്യക്ക് എല്ലാ കറികളും. പരിപ്പും പപ്പടമാണ് ഏറ്റവും പ്രധാനം. പരിപ്പ്, പപ്പടം, നെയ്യ്
അടപ്രഥമൻ അതെന്തായിട്ടും ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പാട്ട്. ഈ പ്രാവശ്യം നമ്മൾക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ കസേരകളി, വടംവലി, തുമ്പിതുള്ളൽ അങ്ങനെയുള്ള കളികളെല്ലാം കളിക്കും. പക്ഷേ ഇപ്രാവശ്യം ഓരോരുത്തരെ ടൂറൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അങ്ങനെ അത് കാരണം ആ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ശേഷം എല്ലാവർക്കും പോകേണ്ടതുണ്ടായിരുന്നു. അതല്ലെങ്കിൽ എല്ലാവരും തുമ്പിതുള്ളലും വടംവലി, കസേരകളി, ബലൂണ് പൊട്ടിക്കൽ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വീട്ടുമുറ്റത്ത് നടത്തുമായിരുന്നു. ഇപ്രാവശ്യം പിന്നെ ആണുങ്ങളും ഇരിക്കും തുമ്പിതുള്ളാൻ. ഏറ്റവും എപ്പോഴും ഉണ്ടാകുക തുമ്പിതുള്ളുന്നത് എൻ്റെ മൂത്ത ആങ്ങളയുടെ ഇളയ മോനെയാണ് നമ്മൾ ഇരുത്തുക തുമ്പിതുള്ളാനായിട്ട്. നല്ല രസമാണ് അത്. ഇപ്രാവശ്യം ഉൾക്കൊള്ളിക്കാൻ കളിച്ചില്ല. അതാണ് എല്ലാവർക്കും 2 പേർക്ക് ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ടൂർ പോകേണ്ടത് കൊണ്ട് പരിപാടിക്ക് നീട്ടം കുറച്ചു. എല്ലാവരും പാട്ടും കളിയാട്ടം ഒക്കെ ആയിട്ട് അങ്ങ് നിർത്തി. അല്ലെങ്കിൽ കലാപരമായും കായികപരമായിട്ടുമുള്ള കളികൾ ഞങ്ങൾ എപ്പോഴും ഒരുക്കുമായിരുന്നു ഓണത്തിന്. പിന്നെ പെണ്ണുങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് തിരുവാതിര, ഒപ്പന, മാർഗംകളി അങ്ങനെ എല്ലാം കളിക്കും. ഇപ്രാവശ്യം ഒരുപാട് കളികൾ കുറച്ചു. കൊള്ളിച്ചാലും പാലിൽ കൊള്ളിച്ചാലും എന്നെ പോലാവോളേ എന്റെ പൊന്നാരെ എന്നെ പോലാവോളേ. കൊള്ളിച്ചാലും പാലിൽ കൊള്ളിച്ചാലും എന്നെ പോലാവോളേ എന്റെ പൊന്നാരെ കാക്ക വിളിക്കില്ലടി. ഇലയിൽ ചോറ് വിളമ്പി. പക്ഷേ അവിടെ എന്തെല്ലോ സംഭവം വരാനുണ്ടായിരുന്നു. പരിപ്പും പപ്പടവും ഉപ്പേരിയൊന്നും വന്നില്ല. ഉപ്പേരിയൊക്കെ അപ്പോഴത്തേക്കിന് ഇത് എടുത്തു കഴിഞ്ഞിരുന്നു. അത് കാരണം ഉപ്പേരിയൊന്നും ഇലയിൽ വന്നില്ല. പിന്നെ തിരുവാതിര സ്ത്രീകളുടെ തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും കൂടെ കൂടിയൊരു എൻജോയ്മെൻ്റ് അത്രയേ ഉള്ളൂ. ഇതിലറിയുന്നവരും ഉണ്ട്, എന്നെപ്പോലെ അറിയാത്തവരും ഉണ്ട്. പിള്ളമാർക്കെല്ലാം അറിയാം, ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നതുകൊണ്ട്. താളവും ബോധവും ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. എന്നാലും ആരും മാറി നിൽക്കില്ല കേട്ടോ, എല്ലാവരും കൂടും. എല്ലാവർക്കും സന്തോഷമാണ്. പണ്ടൊക്കെ ഗൗളിയെ കൂട്ടുക എന്ന് പറഞ്ഞിട്ട് തലേ ദിവസം രാത്രിക്ക് ഒരു ഭയങ്കര ചടങ്ങ്. അരിയും മഞ്ഞളും കൂടിയിട്ട് അരച്ചിട്ട് ഇങ്ങനെ വീടിൻ്റെ അന്നത്തെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ സാധാ ഇന്നത്തെ വീട് പോലെ അല്ലല്ലോ, മണ്ണിൻ്റെയൊക്കെ ഭിത്തിയൊക്കെയാണ്. അവിടെ ഇങ്ങനെ പതിച്ച് വെക്കും കൈ കൊണ്ട്. എന്നിട്ടത് പല്ലി വന്ന് തിന്നുന്നൊക്കെയാണ്.
ഈ വീഡിയോ എല്ലാവരും കാണുമെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു.